കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. രചന അമൃത വിഷ്ണു. ഇന്നിപ്പോൾ ഇത് 3-4 പ്രാവശ്യമായി അച്ചുവേട്ടൻ പുറകിലൂടെ വന്നെന്നെ വട്ടം ചുറ്റി പിടിക്കുന്നു. എന്തോ കാര്യം സാധിക്കാനുണ്ട് കള്ളന്, അല്ലെങ്കിൽ എന്തോ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്. 2-2.5 കൊല്ലത്തോളായില്ലേ ഈ വിയർപ്പിൻ്റെ സുഗന്ധമായി മാറിയിട്ട്. അതിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ എനിക്കറിയാൻ പറ്റും. എന്തോ എന്നും കുതിരി മാറിപ്പോകുന്ന ഞാനൊന്ന് അനങ്ങാൻ പോലും പറ്റാതെ പുറകിലേക്ക് ചാരി ആ നെഞ്ചോട് ചേർന്ന് കുറേ നേരം കണ്ണുകളടച്ച് നിന്നുപോയി. ആ തഴുകലും തലോടലും ചുംബനവും ആസ്വദിച്ച് അങ്ങനെ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി എന്നും തിരക്ക് പിടിച്ചടക്കുന്ന അച്ചുവേട്ടിനെ നേരെ ചൊവ്വെ കാണാൻ പോലും കിട്ടുക അപൂർവമാണ്. അതായിരിക്കാം ഇന്ന് ലീവല്ല എന്നറിഞ്ഞിട്ടും ഇത്ര നേരമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല ഇന്നെന്തേ ഓഫീസിൽ പോണില്ലേ എന്ന്. ഞാനും കൊതിച്ചിരുന്നു ഒരു ദിവസം ഈ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് പരസ്പരം ഉള്ളു തുറന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഞങ്ങളുടേത് മാത്രമായ ലോകത്ത്. കള്ളനാണെന്ന് പറഞ്ഞാൽ കാര്യമില്ലാതില്ല. ഇന്നാൾ ഇതുപോലെ ഒരു ദിവസം ലീവ് എടുത്ത് രാവിലെ തൊട്ട് സ്നേഹിച്ച് വൈകുന്നേരം ഞാൻ ഇനി എന്ത് ചോദിച്ചാലും കണ്ണടച്ച് സമ്മതിക്കുന്ന അവസ്ഥയിലായപ്പോൾ കൈകളെ തലോടി 2 വള ഊരിയെടുത്തിട്ട് ഒരാഴ്ചത്തേക്ക് ചെറിയ റോളിങ് അത്യാവശ്യമായി എന്ന് പറയുമ്പോൾ തലയാട്ടി സമ്മതിക്കാനല്ലാതെ മറുത്തൊരക്ഷരം പറയാൻ പറ്റാത്ത തരത്തിലായിരുന്നു ഞാൻ. കള്ളനാണെങ്കിലും വാക്ക് പാലിച്ചുട്ടോ ഒരു ദിവസം മുന്നേ തന്നെ. പിന്നെ ഒരു ദിവസം കൂട്ടുകാർക്കൊപ്പം എന്തോ റൊമാൻസ് സിനിമയും കണ്ടുവന്ന് പിറ്റേന്ന് പനിയാണെന്ന് കള്ളം പറഞ്ഞ് ലീവ് എടുത്തു. പുറകെ പാട്ടുപാടി പ്രേമിച്ച് നടപ്പായിരുന്നു. എന്തൊക്കെയായിരുന്നു പുകിൽ. ഞാനന്ന് കയ്യും കെട്ടി നോക്കിയെന്നാൽ മതി വീട്ടിലെ ജോലി മൊത്തം ഈ അച്ചുവേട്ടൻ ചെയ്തോളാം എന്ന മട്ടിലും. ഞാൻ വെണ്ടക്കരിയട്ടെ അമ്മു, ഇന്ന് നമുക്ക് പായസം വെച്ചാലോ അമ്മു, അല്ലെങ്കിൽ ഞാൻ ഉപ്പേരി കരിയട്ടെ അമ്മു എന്നിങ്ങനെ വിടാതെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചുവേട്ടൻ നല്ല കുട്ടിയായിട്ട് എൻ്റെ അടുത്തിവിടെ ഇരുന്നാൽ മതി, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പതേ ഒരു ചോദ്യവും വെല്ലുവിളിയും. നീ എന്താ എന്നെ കൊച്ചുകുട്ടിയൊക്കെ? എനിക്കും അറിയാതൊക്കെ ചെയ്യാൻ. നീ പറ ഞാനെന്താ ചെയ്യേണ്ടത്? രണ്ടും കൽപ്പിച്ച് ഞാൻ 2 ബീട്രൂട്ട് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ചെറുതായിട്ട് ഉപ്പേരി കരിയാൻ. അടുക്കളയിലൊന്ന് പോയി വന്നപ്പോഴേക്ക് അരിച്ചിൽ കഴിഞ്ഞു. കട്ടിംഗ് പാഡും കൈയും മൊത്തം വയലറ്റ് കളർ. ഉപ്പേരിക്കുളം ബീട്രൂട്ട് 5, 4, 9 കഷ്ണം. എന്നിട്ടൊരു ചോദ്യം, ഇനിയും ചെറുതാക്കണം അമ്മു? മതി ആ ചേട്ടൻ കൈ കഴുകി വന്നോളൂ, ഇനിയും ചെറുതായാലേ ഇത് സാമ്പാറിൽ ഇടാൻ പറ്റാതെയാവും എന്നുള്ളിൽ ചിരിച്ച് പറഞ്ഞു. അന്ന് സാമ്പാറിന് കളർ കൂടി ചുവപ്പ്. അച്ചുവേട്ടൻ്റെ അമ്മ വലിയേട്ടൻ്റെ വീട്ടിൽ പോയില്ലെങ്കിൽ ഇപ്പോൾ ആകെ നാണക്കേടായനെ ഈ സഹായം കണ്ടിട്ട്. എന്നിട്ടും തീർന്നില്ല, എന്നും പണ്ടില്ലാതെ വിളിച്ച് ചോദിക്കുക, അമ്മൂസേ അലക്കി കഴിഞ്ഞാൽ പറയണേ, തുണികൾ ഞാൻ ടെറസിൽ കൊണ്ടുവച്ച് തരാം. ഞാൻ വെറുതെ പുറത്തേക്കൊന്ന് എത്തി നോക്കി വെള്ളക്കാക്ക എങ്ങാനും മറന്ന് പറക്കുന്നുണ്ടോ എന്ന്. അല്ലെങ്കിൽ അച്ചുവേട്ട ഈ ബക്കറ്റിൻ്റെ അറ്റൊന്ന് പിടിച്ച് മുകളിൽ കൊണ്ടുവെക്കാനാന്ന് പറയുമ്പോൾ നീ 2 പ്രാവശ്യം കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുന്ന ആളാ. ഇന്ന് ഒറ്റയ്ക്ക് തുണികൾ ടെറസിൽ എത്തിച്ചതും വിരിച്ചിടാൻ സഹായിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ സഹായിച്ച് മൊത്തം എനിക്ക് ഇരട്ടി പണിയാക്കി തന്നു. അന്ന് പറയാതെ വയ്യ, അതിനൊരു സുഖമുണ്ടായിരുന്നു, ഒരു സ്നേഹലാളനയുടെ സുഖം. അന്ന് രാത്രിയായത് എത്ര പെട്ടെന്നാണെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. ഭക്ഷണം കഴിച്ച് പാത്രം കഴുകുമ്പോൾ അത് തുടച്ചടുക്കി വെക്കാൻ എന്തൊരു ഉത്സാഹവും ധൃതിയായിരുന്നെന്നോ. അതിൻ്റെ പിന്നിലെ പൊരുളറിഞ്ഞ് അന്ന് അധികം വൈകാതെ ലേറ്റ് അടഞ്ഞപ്പോഴാണ്. അന്ന് ആ റൊമാൻറ്റിക് സിനിമയിലെ നായകനൊപ്പിച്ച പണിയാ ഇന്ന് അച്ചമ്മയുടെ സാരിത്തുമ്പ് പിടിച്ച് നിക്കറിടാതെ ചുക്കാണിയാട്ടി തുള്ളിച്ചാടി നടക്കുന്നു ഉണ്ണിക്കുട്ടൻ. എന്താണ് ഈ അച്ചുവേട്ടൻ്റെ മനസ്സിൽ നിന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഉച്ചക്ക് പാത്രങ്ങൾ കഴുകി വെക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, പഴയതുപോലെയൊന്നുമല്ല, ഇന്ന് കൂടുതലും കരുതലും ലാളനയും തന്നെയാണ്. എന്തായാലും ഇന്ന് ഇരുട്ടി വിളിക്കുന്നതിന് മുന്നേ ആ ഉള്ളം തുറപ്പിക്കാനുള്ള വിദ്യയൊക്കെ ഈ അമ്മുവിനറിയാം എന്നുള്ളിൽ പറഞ്ഞ് ജോലിയിൽ മുഴുകി. ഉച്ചതിരിഞ്ഞ് കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ മുട്ടിയുരുമ്മി. പെണ്ണുകാണൽ തൊട്ട് ഉണ്ണിയെ ഡോക്ടറാക്കിയൊരു നാടൻ പെണ്ണിനെ കൊണ്ട് കെട്ടിച്ച് 2 പേരും മുത്തശ്ശനും മുത്തശ്ശിയുമായി ഇരിക്കുന്നവരെ നീണ്ടു. അത് പകലിന് ചുവപ്പ് നിറം നഷ്ടമായി. ഇരുളിൽ കണ്ണടച്ച് നിന്നു പകലോൻ. ഉണ്ണി അച്ചമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുകയാണ്. അച്ചുവേട്ടൻ നേരത്തെ മുറിയിലേക്ക് കയറി ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചു, അമ്മു ഞാനങ്ങോട്ട് വരണോ? നിന്റെ ജോലി കഴിയാറായോ എന്ന്. എന്തോ ഇഷ്ടപ്പെട്ടു ആ ചോദ്യത്തിന്. വേണ്ട ഈ പാത്രം തുടച്ചു വെച്ച് മേലൊഴിയാൻ ഞാൻ വരികയായി. എല്ലാം കഴിഞ്ഞ് വസ്ത്രം മാറി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അച്ചുവേട്ടൻ മുകളിലേക്ക് നോക്കി എന്തോ കാര്യമായ ചിന്തയിലായിരുന്നു. വാതിൽ ചാരി കട്ടിലരികിൽ ചെന്നിരുന്ന് അച്ചുവേട്ടനെ നെറ്റിത്തടം തഴുകി ഒരു ഉമ്മൊടുത്തുകൊണ്ട് ചോദിച്ചു, എന്താണ് എൻ്റെ കള്ളക്കണിന്ന് വല്ലാത്തൊരു മാറ്റം? എന്തോ ഒരു കുറ്റബോധം പോലെ വിങ്ങാണ് ഈ ഹൃദയം എന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഈ അമ്മുവിന് കേൾക്കാൻ പാടില്ലാത്തതാ? അമ്മുവിൻ്റെ ലോകം തന്നെ അച്ചുവേട്ടനല്ലേ. പരിമളം പരത്തുന്ന സുഗന്ധം, ഈ വിയർപ്പും, ഇതിലാ അമ്മുവിൻ്റെ സ്വർഗം. അത്രയും പറഞ്ഞപ്പോഴേക്ക് ആ വാതിൽ തന്നെ തുറന്നു. ഒന്നുമില്ലടാ, ഞാനൊന്ന് ചോദിച്ചാൽ നീ സത്യം പറയുമോ? ഞാനിതുവരെ നിന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ചില്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഇതുവരെ കൂട്ടുന്നിട്ടില്ല എന്ന് പരിഭവമുണ്ടോ നിനക്ക്? ഇന്നലെ ഞാനും പ്രവീണും കൂടെ സെബാസ്റ്റ്യൻ്റെ വീട് വരെ പോയി. ആളിത്തിരി ഫോമിലായിരുന്നു. കൃഷ്ണേട്ടൻ്റെ പാർട്ടി. വാതിലൊന്ന് ലിസിയാ. എന്തോ ഒരു വഴക്കഴിഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് വന്നവൾ കാണുന്നത് ഭർത്താവ് നിൽക്കാൻ പറ്റാതെ ആടുന്ന. ഉള്ളിലെ സ്നേഹം ഉണ്ടായ വഴക്കിൻ്റെ പ്രതിഫലനം
പറയാൻ പാടില്ലാത്താണെങ്കിലും അവളൊന്ന് പൊട്ടിത്തെറിച്ചു. നിങ്ങൾ കൂട്ടുകാരാണ് ഇച്ചായനെ കുടിപ്പിച്ച് വഷളാക്കുന്നതെന്ന് പറഞ്ഞു തീരുമ്പോൾ അവൻ്റെ കൈകളൊക്കെ അവളത്ത് ഉഗ്രശബ്ദത്തോടെ വീണിരുന്നു. ഇടിവെട്ടേറ്റ പോലെ നിന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, അടിക്കണ്ടായിരുന്നു എന്ന്. നീ കാണായിരുന്നു ആ രംഗം. ഒരു നിമിഷം നെഞ്ചു ചേർന്ന് നിന്നുപോയി ഞാൻ. കണ്ണുകളിൽ നിർത്താതെ കുടുകുടാ ഒഴുകി വന്ന കണ്ണുനീർ കവിളിൽ തടിച്ച് ചുവന്ന വിരൽപ്പാടുകളിൽ തട്ടി താഴേക്ക് വരുമ്പോൾ അവളുടെ അത്തരങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം വെച്ച് വിളമ്പിയൊരു വേലക്കാരിയെപ്പോലെ ഒന്നും മിണ്ടാതെ ഈ വീട് മൊത്തം വലിച്ച് നടന്നിട്ട് ഒരു ദിവസങ്ങളിൽ ഇച്ചായൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ ഒന്ന് കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടോ? അന്യ വീട്ടിൽ വന്ന് സ്വന്തം വീട് പോലെ കണ്ട് ജീവിക്കുമ്പോൾ ഉള്ളിലെ നോവൊന്ന് പങ്കുവെക്കാനുള്ള തണലും മുഖം തിരിക്കുന്നത് കാണുമ്പോൾ തകർന്നു പോകുന്നു ഞാനും. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇച്ചായന്. അതാണ് ഏറ്റവും വലിയ വേദന. ലിസിയുടെ ആ വാക്കുകൾ എൻ്റെ കർണപുടങ്ങളെ തകർത്ത് രക്തധമനികളെ കുത്തി നോവിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഒരു ശരം കണക്കെ പതിയുകയായിരുന്നു. ഒരു നിമിഷം ലിസിയിൽ നിന്റെ മുഖം കണ്ട് ഞാനാവുന്ന നിന്റെ ലോകത്ത് ഇങ്ങനെയൊന്ന് സംഭവിച്ച ഉറ്റവരെയും ഉടവരെയും മറന്ന് എൻ്റെ കൈ പിടിച്ചതിന് അർത്ഥമില്ലാതാവും. അതുകൊണ്ട് ഇന്നലെ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ആഘോഷങ്ങളിൽ മാത്രം എന്നിലേക്ക് പടർന്നു കയറുന്ന നിനക്കിഷ്ടമില്ലാത്ത കുപ്പയിൽ നിറച്ച് കോർക്കിട്ടടച്ച് ദ്രാവക രൂപത്തിലുള്ള തീയിനെ ഞാനിനി തൊടില്ല. അത് തരുന്ന ഇത്തിരി നേരത്തെ ലഹരിയേക്കാളും വലുതാണ് നിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലെ രാജാവായി ജീവിക്കുന്നത്. നാളെ ലീവല്ലേ, നമുക്ക് ഉണ്ണിനെയും കുട്ടി അവിടെ വരെ പോകണം, രാവിലെ തന്നെ. അത്രയും പറഞ്ഞു തരുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒഴുകി വരുന്ന കണ്ണീരിനും സ്നേഹത്തിൻ്റെ നിറവും. നിറകണ്ണുകൾ തുടച്ച് അച്ചുവേട്ടൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് പറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. വടക്കേ പറമ്പിലെ നിശാഗന്ധിയുടെ വശ്യമായ ഗന്ധം മുറിയാകെ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. നക്ഷത്രങ്ങൾ കണ്ണുപൊത്തി നാണിച്ച് തലതാഴ്ത്തി നിന്നു. മാരുതൻ പാതിയടഞ്ഞ ജാലകത്തെ പൂർണ്ണമായി അടച്ചു. രോഹിണിയെ മാത്രം പ്രണയിച്ച ചന്ദ്രൻ. സംവത്സരങ്ങളുടെ നീണ്ട യാത്രക്കൊടുവിൽ രോഹിണിയിൽ അലിഞ്ഞു ചേരുന്ന സമയം ഇവിടെ അമ്മോച്ചുവിൻ്റെ മാത്രമായിരുന്നു. അന്നായിരുന്നു പൗർണമി. കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കോടി സൂര്യകിരണങ്ങൾ മെല്ലെ ഇലകൾക്ക് മുകളിലെ ജലഗണങ്ങളിൽ തട്ടി 7 നിറം ഒരു വർണ്ണ ശോഭ പരത്തി സ്വർണ്ണ നിറത്തിൽ അകത്തളത്തിലേക്ക് അരിച്ചു വരുമ്പോൾ ഞാൻ അച്ചുവേട്ടനെയും ചാരി നിന്ന് മടിയിലിരിക്കുന്ന ഉണ്ണിക്ക് ചായ കൊടുക്കുകയായിരുന്നു. ഒരു നല്ല പ്രഭാതത്തിന്റെ തുടക്കം. ഉടുത്തൊരുങ്ങി ഉണ്ണിയെയും കൂട്ടി അവിടെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ അച്ചുവേട്ടന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. ആകുലതകളും ആവരാതികളും കാർമേഘം പോലെ കെട്ടി നിന്നിരുന്നു. ആശങ്കകൾക്ക് വിരാമമിട്ട ആ കാറ് അവരുടെ വീടിന്റെ മുറ്റത്ത് ബ്രേക്ക് ഇട്ട് നിന്നു. ആകസ്മികമായ കാഴ്ച. പൂമുഖത്തെ കസേരയിൽ കുപ്പായമിടാതിരിക്കുന്ന സെബാസ്റ്റ്യന്റെ മടിയിൽ 2.5 വയസ്സുകാരി തൊണ്ണുകാട്ടി ചിരിക്കുന്നു. നിലത്ത് മുട്ടൂത്തിന്ന് ചിരിപ്പിക്കുന്ന ലിസിയുടെ മുടിഴകളെ തലോടുന്ന സെബാസ്റ്റ്യന്റെ കൈകൾ. സന്തുഷ്ട കുടുംബം. മൂവരിലും പുഞ്ചിരി, കൺകുളിർക്കുന്ന കാഴ്ചകൾ. അതിന്റെ പ്രതിഫലനം എന്നോണം മൂടിക്കെട്ടിയ കാർമേഘം തെളിഞ്ഞ് വെള്ള വിരിച്ചിരുന്നു അച്ചുവേട്ടന്റെ മുഖം. കരയൂര് അച്ചുവേട്ടാ എന്ന് ലിസി ഞങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ ആ മുഖത്തെ തടിച്ചു പൊങ്ങിയ വിരൽപ്പാടുകൾ മാഞ്ഞിരുന്നു. അച്ചുവേട്ടനെ ഗമിച്ച് ഉണ്ണിയെടുത്ത് ആ പടികൾ കയറുമ്പോൾ ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. അടുത്ത ജന്മത്തിലും ഉണ്ണിയുടെ അമ്മയായി, അച്ചുവേട്ടൻ്റെ ഭാര്യയായി, ലിസിയുടെ കൂട്ടുകാരിയായി വീണ്ടും പുനർജനിക്കാൻ കഴിയണേ ഈശ്വര എന്ന്.